പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് കൃപ തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ഓരോ ദിവസവും പ്രഭാത സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ഒന്ന് രണ്ട് ദിവസങ്ങൾ പ്രത്യേകമായ ചില കാരണങ്ങളാൽ വീഡിയോ ചെയ്യുവാൻ കഴിഞ്ഞില്ല. സദയം ക്ഷമ ചോദിക്കുന്നു. എങ്കിലും ഈ പ്രഭാതത്തിൽ വീണ്ടും നമ്മുടെ പഠന പരമ്പരയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആ പ്രഭാത പരമ്പരയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പരമ്പരയിൽ ഈ ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മർമ്മപ്രധാനമായൊരു വിഷയമാണ് ദൈവം ഉണ്ടോ. ദൈവത്തെക്കുറിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കേൾക്കുന്നതാണ്. മാത്രമല്ല, യുക്തിവാദികൾ സദാസമയം വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മർമ്മപ്രധാനമായൊരു വിഷയമാണ് ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ ചിന്താഗതികൾ. ദൈവം ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു പേര് എങ്ങനെ വന്നു? യുക്തിവാദികൾക്ക് ആർക്ക് വേണമെങ്കിലും അതിന് മറുപടി പറയാം. ഇപ്പം എൻ്റെ പേര് ജോസ് എന്നാണ്. എൻ്റെ കുടുംബത്തിൽ ഞാൻ ജനിച്ചില്ല എങ്കിൽ എൻ്റെ അപ്പനോ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ എന്നെ ജോസ് എന്ന് വിളിക്കാൻ സാധ്യമല്ല. കാരണം ഞാൻ ജനിച്ചിട്ടില്ല. ഇപ്പം ജനിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇല്ല എങ്കിൽ എങ്ങനെ എൻ്റെ പേര് വന്നു എന്നുള്ളതാണ്. അപ്പം ദൈവം എന്ന് പറയുന്ന ഒരു പേര്, അല്ലെങ്കിൽ ഒരു സത്യം, അല്ലെങ്കിൽ ഒരു മറ്റിതര ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവ്, അങ്ങനൊരു വ്യക്തിത്വം ഇല്ല എങ്കിൽ ദൈവം എന്ന് പറയുന്ന പേര് എങ്ങനെ വന്നു എന്നുള്ളത്. ഒരു ഇല്ലാത്ത സാധനത്തിൻ്റെ പേര് ഇതുവരെയും ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഈ ഉലകത്തിൽ ഏതെല്ലാം സാധനങ്ങളുണ്ടോ ആ സാധനങ്ങൾക്ക് എല്ലാം ഒരു പേരുണ്ട്. ആ പേര് വന്നതിൻ്റെ കാരണം, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു വാച്ചുണ്ട്. ഈ വാച്ചിൻ്റെ പേര് വരാൻ കാരണം ഈ വാച്ച് ഉള്ളത് കൊണ്ട്. ഞാൻ ധരിച്ചിരിക്കുന്ന ഈ കണ്ണാടി ഉള്ളത് കൊണ്ടാണ് കണ്ണാടി എന്ന് പറയുന്ന പേര് വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ വരാൻ കാരണം ആ വസ്തുതകൾ, അല്ലെങ്കിൽ ആ വസ്തുക്കൾ ഉണ്ട് എന്നുള്ളത്. ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേര് നമുക്കൊരിക്കലും ഊഹിക്കുവാനോ പറയുവാനോ സാധ്യമല്ല. ഇനി പുതിയതായിട്ടൊരു കണ്ടുപിടുത്തം നടത്തിയെന്ന് വെച്ചു. പുതിയതായിട്ട് നടത്തുന്ന കണ്ടുപിടുത്തത്തിന് പോലും അതിനൊരു പേരിടണമെങ്കിൽ ആ പേരിന് അനുയോജ്യമായ ഒരു വസ്തുവായിരിക്കണം. ആ വസ്തുവിനാണ് നമ്മൾ ആ പേരിടുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവം ഇല്ല എന്ന് പറയുന്നത് ആരാണ്? വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്നാണ്. അപ്പോൾ ദൈവം ഇല്ല എന്ന് പറയുന്നത് ആരാണ്? അത് മൂഢന്മാരാണ്. ഫൂളിഷ്. അപ്പം ദൈവമില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻ്റർവ്യൂ കാണുവാനിടയായി. പേരും ഒന്നും ഞാനിവിടെ പരാമർശിക്കുന്നില്ല. ആ വ്യക്തിയുടെ ചോദ്യം ഇങ്ങനെയാണ്: ദൈവം എവിടെ? ദൈവമല്ല ഈ സൃഷ്ടിയുടെ പിന്നിൽ. എൻ്റെ ചോദ്യം, പിന്നെ ആരാണ്? ഇതെല്ലാം സ്വയംഭൂവാണ് എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, താങ്കൾ എന്ന് പറയുന്ന വ്യക്തി ഉലകത്തിലേക്ക് പിറക്കാൻ കാരണം താങ്കളുടെ മാതാവും പിതാവുമാണെങ്കിൽ താങ്കളുടെ പിന്നിൽ ഒരു സൃഷ്ടിയുടെ കരമില്ലേ? താങ്കളുടെ മാതാവും പിതാവും അവരുടെ സംയോജനത്തിലല്ലേ താങ്കൾ എന്ന് പറയുന്ന വ്യക്തിത്വം ഈ ഉലകത്തിലേക്ക് ഉരുവായത് എന്നതുപോലെ സകലത്തിൻ്റെയും പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട്.
സൃഷ്ടികർത്താവില്ലാതെ ആകാശം ഉണ്ടാകുകയില്ല. സ്വയം ആകാശം ഉണ്ടായതാണെങ്കിൽ ഇന്ന് ധാരാളം ആകാശങ്ങൾ ഉണ്ടാകണമായിരുന്നു. പർവ്വതങ്ങളൊക്കെ സ്വയം ഉണ്ടായതായിരുന്നുവെങ്കിൽ ഇന്ന് ധാരാളം വേറെ പർവ്വതങ്ങൾ ഉണ്ടാകണമായിരുന്നു. പക്ഷേ ഗാലക്സികൾ, നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ എന്നിവയൊക്കെ ഒന്നിലധികമില്ല. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ കരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദൈവം ഇല്ല എന്നല്ല, ദൈവം ഉണ്ട് പ്രിയരെ. ദൈവം എങ്ങനെയൊക്കെയാണ് നമ്മുടെ നടുവിലേക്ക് പ്രത്യക്ഷനാകുന്നത് എന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. കാരണം ദൈവത്തിൻ്റെ കരങ്ങൾ പല നിലയിലാണ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ. അപ്പൊ ചോദിക്കാം, പ്രകൃതി ദുരന്തങ്ങൾ എന്തുകൊണ്ട് മനുഷ്യനെ വേട്ടയാടുന്നു? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കുന്നു? ഒരു ചെറിയ തെളിവ് മാത്രം പറഞ്ഞ് ഈ പ്രഭാത ചിന്തയ്ക്ക് ഞാനിവിടെ വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവൻ ഇച്ഛാശക്തിയോടും അവന് സ്വയം ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്ന നിലയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മുടെ മുൻപിലാണ് തീരുമാനത്തിൻ്റെ എല്ലാം ഉറവകളുള്ളത്. നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ആ തിരഞ്ഞെടുക്കുവാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തിന്മ വേണമെങ്കിൽ നിങ്ങൾക്ക് തിന്മ തിരഞ്ഞെടുക്കാം, നന്മ വേണമെങ്കിൽ നന്മ തിരഞ്ഞെടുക്കാം. അനുഗ്രഹം വേണമെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം തിരഞ്ഞെടുക്കാം. ശാപം വേണമെങ്കിൽ അതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏതും തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് പറയാം, ഇവിടെ നമുക്കാരെയും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. പ്രത്യേകിച്ചും ദൈവത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധ്യം അല്ലവേ അല്ല. കാരണം സകലത്തിൻ്റെയും മീതെ പരിവർത്തിക്കുന്ന ദൈവമാണ് സകലത്തിൻ്റെയും ഉടയവൻ. ഈ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, ദൈവമില്ല എന്ന ഒരു കോൺസെപ്റ്റാണോ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത്? പ്ലീസ് ഇന്ന് പകലിൽ അത് പിൻവലിച്ചിട്ട് ദൈവമുള്ളവനായി തീരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാത്ത ധാരാളം കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അതുപോലെ തന്നെയാണ് അദൃശ്യനായ ദൈവത്തിൻ്റെ കരം. ദൈവത്തിൻ്റെ കരമാണ് ഇന്നും ഭൂമിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ആകയാൽ ആ ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ ധന്യവും വിലയിരുത്തുമായ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ഞാൻ നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ. താങ്ക് യു സോ മച്ച്. ഗാഡ് ബ്ലസ് യു.